ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നതാണ്. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ ചേഞ്ച് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പുതിയ തുടക്കങ്ങൾ നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു തടസ്സങ്ങളൊക്കെ മാറി പുതിയ അവസരങ്ങളും ഒരു പോസിറ്റീവ് എനർജിയും എല്ലാം നിങ്ങളിലേക്ക് വരുമെന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഒരു ഗ്രോത്ത് ആണ്. നിങ്ങളുടെ കാര്യങ്ങൾ മുൻപോട്ട് നീങ്ങാത്തൊരു അവസ്ഥയുണ്ടായിരുന്നുവെങ്കിൽ അപ്പോൾ ആ ഒരു സ്റ്റക്കായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് മാറി വേഗത്തിലുള്ള മാറ്റങ്ങളും പുരോഗതിയും നിങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത് ഒരുപക്ഷെ നിങ്ങളുടെ തൊഴിൽ തടസ്സങ്ങൾ മാറുന്നതാകാം. മാത്രമല്ല ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു മാറ്റമാകാം. അപ്പോൾ ഈ ഒരു സമയം തീർച്ചയായിട്ടും ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാണ് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾക്ക് തടസ്സപ്പെട്ട് കിടന്ന കാര്യങ്ങൾക്ക് പെട്ടെന്ന് ചില വഴികൾ ഒരുങ്ങുന്നുവെന്നും കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ മാറി തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഇത് ദീർഘകാലമായി എന്തെങ്കിലും കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കാൻ കഴിയാതെ നിങ്ങൾ കുഴപ്പത്തിലായിരുന്നുവെങ്കിൽ അതിനൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് വരുന്നതുമാകാം. അതുപോലെ തന്നെ ഇപ്പോൾ വിസയ്ക്കൊക്കെ വേണ്ടി കാത്തിരിക്കുന്നവർക്ക് നിങ്ങൾക്ക് വിസ വരുന്നതാകാം. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അനുമതികൾക്കായി കാത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധി നിങ്ങളിലേക്ക് വരുമെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. മാത്രമല്ല നിങ്ങൾക്ക് വരാനുള്ള ആ ഒരു പണം അത് കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറുന്നുണ്ട്. നിങ്ങളിലേക്ക് വരാനുള്ള പൈസ നിങ്ങളിലേക്ക് വന്നെത്തുന്ന ഒരു സാഹചര്യവും ഇവിടെ കാണുന്നുണ്ട്. മാത്രമല്ല കടബാധ്യതകളൊക്കെ മൂലമുള്ള തടസ്സങ്ങൾ അല്ലെങ്കിൽ പുതിയ ബിസിനസ് തുടങ്ങാനുള്ള തടസ്സങ്ങൾ, അപ്പോൾ ഇതിലെല്ലാം ഒരു മാറ്റം ഉണ്ടാകുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഏതൊരു കാര്യമാണോ നിങ്ങളെ വളരാൻ അനുവദിക്കാതെ ഇപ്പോൾ ഒരേ സ്ഥലത്ത് തന്നെ സ്റ്റക്കാക്കിയിരുന്നത്, നിങ്ങളെ വളരാൻ അനുവദിക്കാതെ ഏത് സാഹചര്യമാണോ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്, ആ തടസ്സങ്ങളുടെ ചക്രം തിരിഞ്ഞു തുടങ്ങി എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമ്മൾ പഴയ വേണ്ടാത്ത കാര്യങ്ങളെ ഉപേക്ഷിച്ച് അതിപ്പോൾ ചില ഓർമ്മകളായാലും അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന ചില കാര്യങ്ങളായാലും വിഷമങ്ങളായാലും ഇതെല്ലാം നമ്മൾ ഉപേക്ഷിച്ച് പുതിയ മാറ്റങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് ഇവിടെ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും അത് എന്നെന്നും സ്ഥിരമായിട്ട് നിൽക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒന്നും സ്റ്റേബിൾ അല്ല, അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഉയർച്ചത്താഴ്ചകൾ അത് സ്വാഭാവികമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. തീർച്ചയായിട്ടും ഈ ഒരു സമയം മാറ്റത്തിൻ്റെ സമയമാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നെത്തുന്ന ഒരു സാഹചര്യം ഇവിടെ കാണുന്നുണ്ട്.
പിന്നെ ഇവിടെ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് ബ്രേക്ക് ത്രൂ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന മാറ്റം അത് വെറുമൊരു ചെറിയ മാറ്റമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. മറിച്ച് നിങ്ങളുടെ ജീവിതത്തെ തന്നെ പുതിയൊരു ദിശയിലേക്ക് നയിക്കുന്ന വലിയൊരു വഴിത്തിരിവാണ് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളെ തടഞ്ഞു നിർത്തിയ കാര്യങ്ങളെ തകർത്തെറിഞ്ഞ് പുതിയൊരു മാറ്റത്തിലേക്ക് ശക്തമായിട്ട് ചുവടുവയ്ക്കാൻ നിങ്ങൾ പോകുന്നു എന്ന് തന്നെ പറയാം. പിന്നെ ഇത്രയും കാലം നിങ്ങളെ തന്നെ തടഞ്ഞു നിർത്തിയിരുന്ന പേടികൾ, സംശയങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ ചിന്താരീതികൾ, അതല്ലാന്നുണ്ടെങ്കിൽ അടിച്ചമർത്തപ്പെട്ട വികാരങ്ങൾ, ഇവയെല്ലാം തന്നെ നിങ്ങൾക്ക് തകർത്തെറിയാനുള്ള സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും പ്രതിസന്ധികളെ ഭയന്ന് ഒളിച്ചിരിക്കാതെ നമ്മുടെ മുഴുവൻ ശക്തിയും എടുത്ത് അതിനെ നേരിടാനും തടസ്സങ്ങളെ പൊട്ടിച്ച് പുറത്തു വരികയും ഒക്കെ ചെയ്യാൻ തയ്യാറാവണം എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ എത്ര മോശമാണെങ്കിൽ പോലും അതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു കടക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ശക്തിയും ധൈര്യവും ഉപയോഗിച്ച് നിങ്ങൾ തടസ്സങ്ങളെ പൊട്ടിച്ചു മാറ്റി പുറത്തേക്ക് വരുന്നൊരു എനർജിയാണ് തീർച്ചയായിട്ടും ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ ട്രാൻസ്ഫർമേഷനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്കൊരു റീബർത്ത് ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾ പുതിയൊരു വേർഷനിലേക്ക് മാറുന്നു എന്ന് തന്നെ പറയാം. നിങ്ങളുടെ ആ ഒരു ഓൾഡ് വേർഷൻ പൂർണ്ണമായിട്ടും ഇല്ലാതായി പുതിയൊരു വ്യക്തിയായി മാറുന്ന സമയമാണ് ഈ ഒരു സമയം. അപ്പോൾ ലാർവ പൂമ്പാറ്റയാകുന്നത് പോലെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് സംഭവിക്കുന്ന വലിയൊരു മാറ്റമാണിത്. അപ്പോൾ നിങ്ങൾ പഴയ കാര്യങ്ങളെ ലെറ്റിൻ ഗോ ചെയ്യുക എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് യാതൊരു ഗുണവും നേടിത്തരാത്ത പഴയ ചിന്തകൾ, നിങ്ങളുടെ പഴയ ശീലങ്ങൾ, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പഴയ ബന്ധങ്ങൾ, ഇവയെല്ലാം നിങ്ങൾക്ക് ഉപേക്ഷിക്കുവാൻ ഈ ഒരു സമയം സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ ഈ ഒരു സമയം തയ്യാറാകുന്നതുമാകാം. അപ്പോൾ ഒരു ആത്മീയ ഉണർവ് നിങ്ങൾക്കുണ്ടാകുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. കേവലം പുറമേയുള്ള മാറ്റമല്ല, മറിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാടിലും ചിന്താഗതിയിലും ഒരു ഷിഫ്റ്റ് ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് വരുന്നുണ്ട്. അതായത് ആരാണ് നിങ്ങൾ, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്നതിനെക്കുറിച്ച് പൂർണ്ണമായ വ്യക്തതയും ഒരു ആത്മവിശ്വാസവും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ തികച്ചും പുതിയതും ശക്തവുമായ കൂടുതൽ സന്തോഷമുള്ളൊരു വ്യക്തിയായി രൂപാന്തരപ്പെടുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ചാപ്റ്റർ പൂർണ്ണമായി അടഞ്ഞ് അതിനേക്കാൾ വളരെ മനോഹരമായ പുതിയൊരു അധ്യായം തുറക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഇവിടെ സ്ലോയിങ് ഡൗൺ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മുടെ ചിന്തകളുടെ ഒരു ഓട്ടമായിരിക്കാം ഒരുപക്ഷെ. അത് ഫിസിക്കലി ഉള്ള ഓട്ടമായിരിക്കില്ല, ചിന്തകൾ കൊണ്ടുള്ള ഓട്ടം. അതൊന്ന് നിങ്ങൾ വേഗം കുറയ്ക്കണം എന്നാണ്. നമ്മൾ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും അപ്പം തന്നെ നടക്കണമെന്നുള്ള ആ ഒരു ചിന്ത നിങ്ങൾ വിട്ടുകളയുക. നമ്മൾ പലപ്പോഴും നമ്മുടെ ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരാൻ ഭയങ്കര ധൃതിയിലും സ്ട്രെസ്സിലുമാണ് ജീവിക്കുന്നത്. എന്നാൽ ഇവിടെ നിങ്ങളോട് പറയുന്നത് ഇനി നിങ്ങൾ ഓടേണ്ടതില്ല, കാര്യങ്ങളെല്ലാം ശരിയായ വഴിയിലാണ് പോകുന്നത് എന്നാണ്. അപ്പോൾ മനസ്സ് ശാന്തമാക്കി നിങ്ങൾ പതുക്കെ മുന്നോട്ട് പോവുക എന്നാണ് ഇവിടെ നിങ്ങളോട് പറയുന്നത്. ഇതിൽ ഒരു ആമയെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ആമ പതുക്കെയാണ് നടക്കുന്നതെങ്കിലും അതിന് കൃത്യമായ ലക്ഷ്യമുണ്ട്. അതൊരിക്കലും വീണു പോകില്ല. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത് പെട്ടെന്ന് വന്നു പോകുന്നതല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. മറിച്ച് ദീർഘകാലം നിലനിൽക്കുന്ന ആ ഒരു സുരക്ഷിതത്വവും ആ ഒരു സ്റ്റെബിലിറ്റിയുമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ ഒന്നിനു വേണ്ടിയും വെപ്രാളം കാണിക്കരുത് എന്നൊരു മെസ്സേജാണ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്നത്. കാര്യങ്ങൾ അതിൻ്റെതായ സമയത്ത് ഏറ്റവും മനോഹരമായിട്ട് നടക്കും. ആ ഒരു ഡിവൈൻ ടൈമിൽ നടക്കുമെന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കുന്ന സമയത്തല്ല, മറിച്ച് നമുക്ക് ഏറ്റവും അനുയോജ്യമായ സമയത്താണ് ദൈവികമായ കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ എനിക്ക് അർഹമായത് എനിക്ക് ലഭിക്കേണ്ട സമയത്ത് തന്നെ ലഭിക്കും എന്ന വിശ്വാസത്തോടെ ഇരിക്കേണ്ടതാണ്. കാര്യങ്ങളെല്ലാം അതിൻ്റെ കൃത്യസമയത്ത്
ഭംഗിയായി നടക്കുമെന്നുള്ളതാണ്. അതിനാൽ നിങ്ങൾ ആശങ്കപ്പെടാതെ സമാധാനമായിട്ടിരിക്കുക എന്നാണ് ഇവിടെ നിങ്ങളോട് ഡിവൈൻ പറയുന്നത്. പിന്നെ ഇവിടെ ഷെയറിംഗ് ആണ് പിന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ അബണ്ടൻസ് ആൻഡ് പ്രോസ്പെരിറ്റി ആണ്. നമ്മൾ നൽകും തോറും തിരികെ അളവറ്റ സന്തോഷവും സമൃദ്ധിയും നമ്മുടെ ജീവിതത്തിലേക്ക് എത്തുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് അത് 10 മടങ്ങ് ഇരട്ടിയായിട്ട് നിങ്ങളിലേക്ക് തിരികെ എത്തുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ധാരാളം സമ്പത്തും സമൃദ്ധിയും സന്തോഷവും ഒക്കെ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. തീർച്ചയായിട്ടും അബണ്ടൻസ് ആണ് പിന്നെ വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യാൻ ഉള്ളൊരു അനുഗ്രഹം ദൈവം തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ ആവശ്യത്തിന് എടുത്തതിന് ശേഷം അത് നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ഇത് നിങ്ങൾക്കിപ്പോൾ എന്ത് വന്നാലും അത് നിങ്ങൾക്ക് മാത്രമുള്ളതല്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുക. അതായത് മറ്റുള്ളവർക്കുള്ള ചില കാര്യങ്ങൾ നമ്മളിലൂടെ ആയിരിക്കും അവരിലേക്ക് എത്തുന്നത്. അപ്പോൾ അതിനുവേണ്ടി ആയിരിക്കാം ആ ഒരു കാര്യം നമ്മളിലേക്ക് നൽകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക, നമ്മളിലുള്ള എന്ത് കാര്യമാണോ അത് ചിലപ്പോൾ സമ്പത്തായിരിക്കാം, സമൃദ്ധിയായിരിക്കാം, അറിവായിരിക്കാം, അല്ലെങ്കിൽ സന്തോഷമായിരിക്കാം. ഇതെല്ലാം നമുക്ക് തരുമ്പോൾ നമ്മളത് ഷെയർ ചെയ്യേണ്ട ഒരു കടമ കൂടി ഉണ്ട്. അത് നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ആരെങ്കിലും ഒരാൾ വരുന്നുണ്ടെങ്കിൽ അവരെ കൂടി ഒന്ന് കൈപിടിക്കേണ്ട ആവശ്യം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. പിന്നെ ഇവിടെ അബണ്ടൻസ് ആണ്. തീർച്ചയായിട്ടും ഒരു സമൃദ്ധി വരുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. സമൃദ്ധി എന്ന് പറയുമ്പോൾ അത് പണവും സമ്പത്തും മാത്രമല്ല, സന്തോഷം, ആരോഗ്യം, ആന്തരിക സമാധാനം, നല്ല ബന്ധങ്ങൾ, ഇതെല്ലാം ഈ ഒരു സമയം നിങ്ങളിലേക്ക് എത്തുമെന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് അനുഭവിക്കാനും ഒക്കെ ഈ ഒരു സമയം സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങളുടെ ചിന്തകൾക്ക് മാറ്റം സംഭവിക്കുന്നുണ്ട്. അതായത് എനിക്കിതൊന്നുമില്ല എന്ന ചിന്ത നിങ്ങൾക്ക് മാറി എനിക്ക് ആവശ്യമുള്ളതെല്ലാം പ്രകൃതി എനിക്ക് തന്നിട്ടുണ്ട് എന്ന തിരിച്ചറിവിലേക്ക് നിങ്ങൾ എത്തുമെന്നുള്ളതാണ്. പിന്നെ നിങ്ങളുടെ തൊഴിലിലും നിങ്ങളുടെ ബിസിനസ്സിലും കാര്യമായ പുരോഗതിയും സാമ്പത്തിക ഭദ്രതയും ഒക്കെ കൈവരുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഷെയറിങ്ങും അബണ്ടൻസും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു വെളിച്ചം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അബണ്ടൻസ് വന്നെത്തുമെന്നുള്ളതാണ്. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ സമ്പത്തും സമാധാനവും സൗഭാഗ്യങ്ങളും മാത്രമല്ല നിറയുന്നത്, അതോടൊപ്പം മാറ്റാനാവാത്ത മനസ്സമാധാനവും സ്നേഹവും ദയവുമൊക്കെ ഉള്ളൊരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ മൂവ്മെന്റ് ആണ്. അപ്പോൾ ഇതിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം, വെള്ളത്തിന് മുകളിലൂടെ കല്ലുകളിൽ വളരെ ശ്രദ്ധയോടെയും സമനിലയോടെയും ഒക്കെ ഓരോ ചുവടായി വെച്ച് മുന്നേറുന്ന ഒരു വ്യക്തിയെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നൽകുന്നൊരു മെസ്സേജ് എന്തെന്നാൽ, നിങ്ങൾ ഈ ഒരു സമയം ഒരു ചുവട് മാത്രം വെക്കണം എന്നുള്ളതാണ്. അതായത് ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നോർത്ത് വിഷമിക്കാതെ, അല്ലെങ്കിൽ അതോർത്ത് ടെൻഷൻ അടിക്കാതെ, ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള ആ ഒരു കാര്യത്തിൽ മാത്രം നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നുള്ളതാണ്. ഇതിൽ പരിഭ്രാന്തി ഇല്ലാതെ നിങ്ങൾ വളരെ ജാഗ്രതയോടും കൃത്യമായ ആ ഒരു ബാലൻസോടും കൂടെ മുന്നേറുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾ ഈ ഒരു പ്രസന്റ് മൂമെന്റിൽ ജീവിക്കണം എന്നുള്ളതാണ് ഇവിടെ നിങ്ങളോട് പറയുന്നത്. അതായത് എൻ്റെ ഫ്യൂച്ചർ എങ്ങനായി തീരും എന്നോർത്ത് വിഷമിക്കാതെ ഇപ്പോൾ നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ അറിഞ്ഞ് അത് നിങ്ങൾ സ്വീകരിച്ച് ഈ ഒരു പ്രസന്റ് മൂമെന്റിൽ നിങ്ങൾ ജീവിക്കാൻ തയ്യാറാവുക എന്നുള്ളൊരു മെസ്സേജ് നിങ്ങൾക്ക് ഇവിടെ നൽകുന്നുണ്ട്. അപ്പോൾ ഈ സമയത്തെ ഓരോ തീരുമാനവും നിങ്ങൾ വളരെ ശാന്തമായിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു മൂമെന്റിൽ ഇരിക്കണം. നമ്മൾ പാസ്റ്റിലെ ആ ഒരു ചിന്തകളിൽ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ ഫ്യൂച്ചറിലെ ആ ഒരു എന്താണ് എനിക്ക് നടക്കാൻ പോകുന്നത്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഇതൊക്കെ ഇങ്ങനെയുള്ള ചിന്തകളിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ഒരിക്കലും ഇന്നത്തെ തീരുമാനം എടുക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കി ഒന്ന് ശാന്തമായി ഇരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ശരിയായ തീരുമാനമെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. അപ്പോൾ ഈ ഒരു മൂമെന്റിൽ ആയിരുന്നാൽ മാത്രമേ നമുക്ക് ഓരോ ചുവടും ശ്രദ്ധയോടെ വയ്ക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ജീവിതം എന്ന് പറയുന്നത് ഫ്യൂച്ചറിലുള്ള ഒരു ലക്ഷ്യമല്ല, മറിച്ച് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഓരോ നിമിഷവുമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ
നമ്മൾ ജീവിക്കുന്ന ഓരോ നിമിഷവും എങ്ങനെ മനോഹരമാക്കാം എന്ന് ചിന്തിച്ച് നിങ്ങൾ ഇവിടെ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. നമ്മുടെ സന്തോഷങ്ങളും നമ്മുടെ സമ്പത്താണെങ്കിൽ പോലും അത് ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ ഫ്യൂച്ചറിലേക്ക് കരുതി വെക്കേണ്ടതില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ജീവിക്കുന്ന ആ ഒരു ജീവിതം എങ്ങനെ മനോഹരമാക്കാം എന്ന് ചിന്തിക്കണം. ഇപ്പോൾ നമുക്ക് എത്രമാത്രം സന്തോഷം നൽകുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിലുള്ള ആ ഒരു ലക്ഷ്യമായിട്ട് മാത്രം നമ്മുടെ ജീവിതത്തെ കാണരുത് എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്നൊരു മെസ്സേജ്. പിന്നെ ഇവിടെ 4 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ കൂടുതൽ ആൾക്കാരും നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലേക്കൊക്കെ അട്രാക്റ്റഡ് ആകുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ഇതിലേക്ക് ഡീപ്പായിട്ട് ഇറങ്ങണം എന്നൊക്കെ ഒരു തോന്നൽ നിങ്ങൾക്ക് വന്നേക്കാം. സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ പഠിക്കാനും ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ള എക്സ്പീരിയൻസസ് നിങ്ങൾക്ക് വരുമെന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ കുറേ ആൾക്കാർക്ക് നിങ്ങൾ പുതിയൊരു കാര്യം തുടങ്ങുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഒരു ഡിസിഷനൊക്കെ എടുക്കുന്നതിന് മുന്നേ അതിനെക്കുറിച്ച് നിങ്ങൾ വീണ്ടും വീണ്ടും പഠിക്കുന്ന ഒരു സാഹചര്യം വരുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ കാമായിട്ടുള്ള ഒരു എനർജിയിലേക്ക് വരുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇതിൽ ഒരു മെഡിറ്റേഷൻ്റെ എനർജി കാണുന്നുണ്ട്. ഇത് കുറേ ആൾക്കാർ ഒന്ന് റെസ്റ്റ് എടുക്കാനൊക്കെ തീരുമാനിക്കുന്നതുമാകാം. ഇപ്പോൾ ക്ഷീണമൊക്കെയുള്ള ആളുകൾ ഒന്ന് റെസ്റ്റ് എടുക്കണം എന്നൊക്കെ ഒരു തീരുമാനം എടുക്കുന്ന എനർജിയും ഇവിടെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ടൊന്ന് ഉറങ്ങണമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഒരുപക്ഷെ ഇതിൽ പലരും ഒരു മെഡിറ്റേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ അത്തരത്തിലൊരു എനർജിയും ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 9 ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഇതുവരെ വളരെയധികം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത എന്തൊക്കെയോ കാര്യങ്ങൾ, അത് ചിലപ്പോൾ നിങ്ങളുടെ സമ്പാദ്യമാകാം, ചില വിശ്വാസങ്ങളാകാം, അതല്ലാന്നുണ്ടെങ്കിൽ വേറെന്തെങ്കിലും കാര്യങ്ങളാവാം. അപ്പോൾ നിങ്ങൾ ഒരുപാട് സ്പെഷ്യലാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടതായിട്ട് കരുതിയിരിക്കുന്ന ചില കാര്യങ്ങൾ അത് നിങ്ങളിൽ നിന്നും തട്ടിയെടുക്കാൻ അല്ലെങ്കിൽ അത് നഷ്ടപ്പെടുത്താൻ തക്കം പാർത്തിരിക്കുന്ന കുറേ ആളുകൾ നിങ്ങളുടെ ചുറ്റുമുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് നിങ്ങൾ ഹോൾഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ആളുകൾ ശ്രമിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് മാക്സിമം ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വന്നാലും അതിനെ ഒന്ന് മറികടക്കാൻ നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കാൻ ഒന്ന് ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങളുടെ ജോലിസ്ഥലത്താകാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ നിങ്ങൾക്ക് പൈസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ ഒക്കെ നിങ്ങളൊരു തീരുമാനം എടുക്കുമ്പോൾ എന്ത് കാര്യമായാലും അത് ആലോചിച്ച് മാത്രം നിങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. അല്ലാതെ എടുത്തു ചാടി ഈ സമയം ഒന്നും നിങ്ങൾ ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ഏഞ്ചൽസിനോട് നിങ്ങൾ ഹെൽപ്പ് ചോദിക്കുക. എന്ത് കാര്യത്തിനും നിങ്ങളുടെ ഏഞ്ചൽസിനോട് നിങ്ങൾ ഹെൽപ്പ് ചോദിക്കുക. മാത്രമല്ല ഈ സമയം നമ്മൾ എന്ത് കാര്യത്തിനും ആക്ഷൻ എടുക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നമ്മൾ ആക്ഷൻ എടുക്കുന്നത് നല്ലതാണ്. പക്ഷേ അത് ആലോചിച്ചിട്ട് മാത്രം നിങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത പല കാര്യങ്ങളും നഷ്ടപ്പെടുത്താതെ സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ചില സാഹചര്യങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരുമെന്നും കാണുന്നുണ്ട്. അപ്പോൾ അത് നഷ്ടപ്പെടുത്താതിരിക്കാൻ നിങ്ങൾ ഇവിടെ പല കാര്യങ്ങളും ചെയ്തു തുടങ്ങുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അത് നിങ്ങൾ വളരെ ബുദ്ധിപൂർവം നേരിടുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ ടെമ്പറൻസ് ആണ്. അപ്പോൾ ജീവിതത്തിലൊരു ബാലൻസ് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു സമയമാണിത്. ഇവിടെ നിങ്ങൾ ഒരു ബാലൻസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് ചിലപ്പോൾ ഫിനാൻസിന്റെ കാര്യത്തിലായിരിക്കാം, അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങളിലായിരിക്കാം. അതുപോലെ കോംപ്രമൈസ് ആകാതെ നിൽക്കുന്ന വഴക്കുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം അത് കോംപ്രമൈസ് ആകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഇടങ്ങളിൽ നിങ്ങൾ സംസാരിക്കാൻ പോകാതിരിക്കുക എന്നൊരു മെസ്സേജ് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ സംസാരിക്കാൻ പോകാതിരിക്കുക. ഒരു ബാലൻസിലൊക്കെ നിൽക്കുക. നിങ്ങൾക്കിവിടെ പല കാര്യങ്ങളും ബാലൻസ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബാലൻസ് വീണ്ടും നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഫുൾ കാർഡാണ്. അപ്പോൾ ഒരു പുതിയ തുടക്കമാണ് തീർച്ചയായിട്ടും കാണാൻ കഴിയുന്നത്. നിങ്ങളിവിടെ ഒരു യാത്രയൊക്കെ പോകുന്ന എനർജിയും കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു യാത്ര പ്ലാൻ ചെയ്യുന്ന
ഒരു സാഹചര്യം ഉണ്ടാവാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഈ ഒരു സമയം ഒരു സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു സമയമാണ്. കുറേ കെട്ടുപാടുകളിൽ ജീവിച്ചിരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യത്തിലേക്ക് നിങ്ങൾ പോകുന്നു. കുറേ കാര്യങ്ങൾ നിങ്ങൾ ഭയത്തോടെ ജീവിച്ചിട്ട് കാര്യമില്ലാന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഭയം മാറ്റിവെക്കണം എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ പുതിയൊരു കാര്യം തുടങ്ങാൻ ഏറ്റവും നല്ലൊരു സമയമാണ് ഈ ഒരു സമയം എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങളിലെ ആ ഒരു പേടിയും ഭയവും എല്ലാം മാറ്റിവെച്ച് നിങ്ങൾ ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ കിങ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തീർക്കാനുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ചിന്തിച്ച് അല്ലെങ്കിൽ ആ ഒരു കാര്യം നിയന്ത്രിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. നമ്മുടെ ചിന്തകൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഞാനിപ്പോൾ ആലോചിക്കുന്നത് എനിക്ക് ആവശ്യമുള്ളൊരു കാര്യമാണോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കുക. അല്ലെങ്കിൽ ഇതിൽ തീർച്ചയായിട്ടും ടെമ്പറൻസും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ക്ഷമയുണ്ട് എന്നുള്ളതാണ്. എന്നാൽ പല കാര്യങ്ങളും പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് നല്ല ബാലൻസിൽ നിങ്ങളുടെ ജീവിതം കൊണ്ടുവരാം എന്നുള്ളൊരു വിശ്വാസമൊക്കെ ഉണ്ട്. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയ ആൾക്കാർ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെയും നമുക്ക് ദൈവം തന്ന പരീക്ഷണങ്ങളായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ക്ഷമിക്കാൻ പറ്റുന്ന ആൾക്കാരോട് നിങ്ങൾ ക്ഷമിച്ചു കൊടുക്കുക. വളരെ പ്രാക്ടിക്കലായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് നിങ്ങൾ വളരെ ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. മാത്രമല്ല നിങ്ങൾ ഈ സമയം എടുത്തു ചാടി ഒരു തീരുമാനങ്ങളും എടുക്കാനോ അല്ലെങ്കിൽ പെട്ടെന്നുള്ളൊരു അഭിപ്രായം പറയാനോ ഒന്നും പോകുന്നില്ല എന്നുള്ളതാണ്. ശരിക്കും നിങ്ങളൊരു കാര്യത്തെപ്പറ്റി ഒരു അഭിപ്രായം നിങ്ങൾക്ക് പറയണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം അങ്ങനെ ഒരു അഭിപ്രായം പറയുക. അപ്പോൾ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുന്ന ഒരു സമയമാണ് ഈ ഒരു സമയമെന്ന് കാണുന്നുണ്ട്. മാത്രമല്ല ഇവിടെ 10 ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജി കൂടിയുണ്ട്. തീർച്ചയായിട്ടും ഇതിൽ നിങ്ങൾക്ക് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതിപ്പോൾ ഏത് ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഒരുപക്ഷെ നിങ്ങൾക്കൊരു അത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് പെയിൻഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എൻഡ് ആകുന്നതാകാം. അല്ലെങ്കിൽ ഒരു അസുഖത്തിൽ നിന്നും നിങ്ങൾ റിക്കവറായി പുറത്തു വരുന്നതാകാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ ട്രാപ്പിലാക്കി വെച്ചിരുന്ന ചില സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾ മാറിപ്പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.